Hi friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുമായിട്ടാണ്. സാധാരണ ഒരു കേബിൾ പോലെയല്ല ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഇതിനകത്തൂടെ പോകുന്നത് ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ട്രാവൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സിഗ്നൽസ് ആണ്. ഇതാണ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഇതിന് പ്രധാനമായിട്ട് വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് ഔട്ടർ ജാക്കറ്റ്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നത് ഈ ഒരു ഫൈബർ അതിന് തന്നെ 3 ഭാഗങ്ങൾ. പുറത്ത് കാണുന്ന ബ്ലൂ കളറിൽ കാണുന്നതാണ് പ്ലാസ്റ്റിക് കോട്ടിങ്. അതിൻ്റെ അകത്ത് ഈ ഒരു ഗ്ലാസ് ടൈപ്പ് കാണുന്നതാണ് ക്ലാഡിങ്. അതിൻ്റെ അകത്തായിട്ട് വരുന്ന ഒരു പാർട്ട് ഉണ്ട്, അതാണ് കോർ. ഈ ഒരു ഫൈബറിൻ്റെ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് പുറത്ത് ഔട്ടർ ജാക്കറ്റ്, അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്നതാണ് ബഫർ കോട്ടിങ് അല്ലെങ്കിൽ ബഫർ ജാക്കറ്റ് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് ഫൈബറുകൾ കാണുന്നുണ്ട്, ഒന്നിലധികം ഫൈബറുകളുണ്ട്. ഇതിന് പലതിനും പല കളറുകളാണ്. ഇതുപോലെ കളർ വെച്ചിട്ടാണ് ഫൈബറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. റെസിസ്റ്ററിനൊക്കെ വരുന്ന രീതിയിൽ തന്നെ ഫൈബറിനും ഒരു കളർ കോഡിങ് വരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഫൈബറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഫൈബറിനെ നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ജോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഈ ഒരു ഫൈബറിലൂടെ വരുന്ന ലൈറ്റ് സിഗ്നൽസ് ഇപ്പുറത്ത് അതുപോലുള്ളൊരു ഫൈബറിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു രീതിയിൽ വരണം, എന്നാലേ കറക്റ്റായിട്ട് ആ ലൈറ്റ് സിഗ്നൽസ് പാസ്സായി പോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളാണ് സ്പ്ലൈസിങ്ങും അതുപോലെ തന്നെ കണക്ടറൈസേഷനും. ഇതിൽ തന്നെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്പ്ലൈസിംഗ് ആണ്. ഇതിന് ലോസ് കുറവാണ് കണക്ടറൈസേഷൻ വെച്ച് നോക്കുന്ന സമയത്ത്. പിന്നെ മെയിൻ കേബിൾ, അതായത് നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേബിളിലൊക്കെ ജോയിൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് സ്പ്ലൈസിംഗ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ മാത്രമാണ് കണക്ടറൈസേഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫൈബർ സ്ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു 3-in-1 സ്ട്രിപ്പർ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാത്ത ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഈ ഒരു സ്ട്രിപ്പറാണ് ഉപയോഗിക്കുക. പിന്നെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്ലെയറും നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ ഫൈബറിന്, അതായത് ഈ ഒരു കാണുന്ന ഗ്ലാസ്സിനെ നമ്മൾ കട്ട് 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. ഇത് ക്ലീവർ എന്ന് പറയും. ഇതിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 90 ഡിഗ്രിയിൽ കട്ടാവും. അപ്പോൾ നമുക്ക് ലോസ് ഇല്ലാതെ നമുക്ക് കണക്ടറൈസേഷൻ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് പവർ മീറ്റർ, ഒപ്റ്റിക്കൽ പവർ മീറ്റർ. പിന്നെ അടുത്തായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഫൈബർ കേബിളിനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ് സോഴ്സ് ആണ് VFL എന്ന് പറയും. ഇതിലുള്ളത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ലേസർ ലൈറ്റ് ആണ്. ഇതുപോലെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ലേസർ ലൈറ്റ് ആണ്. ഇതുപോലെ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഫൈബർ കേബിളിലെ ഫാൾട്ട് നമുക്ക് കണ്ടു. ഇതുപോലെ 2 അറ്റത്തും കണക്ടറിലെ ഈ യെല്ലോ കേബിളിനാണ് പാച്ച് കോഡ് എന്ന് പറയുന്നത്. ഇതിന് ഡിവൈസ് ടു ഡിവൈസ്, അതുപോലെ തന്നെ ഹോം ടെർമിനൽ ബോക്സ് ടു ഡിവൈസ് കണക്ട് ചെയ്യാനാണ് ഈ ഒരു കേബിൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ബ്ലാക്ക് കേബിൾ ഈ ഒരു ബോക്സിലോട്ടാണ് വന്ന് കയറുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഡിവൈസിലോട്ട്. പുറത്തുനിന്ന് വരുന്ന കേബിൾ ഇപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചാൽ ഈ ഒരു കേബിളിൻ്റെ എൻഡ് തന്നെയാണ്. ഇതുപോലെ വന്ന് ഈ ഒരു കണക്ടറിലോട്ട് വരും. എന്നിട്ട് ആ ഒരു കണക്ടറിൽ നിന്ന് നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മറ്റേ എൻഡ് നമ്മൾ എടുത്തിട്ട് ഡിവൈസിലോട്ട് കണക്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കണക്ടർ ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാച്ച് കോഡ് എന്ന് പറയുന്ന കേബിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേബിളും അതുപോലെ തന്നെ ഈ ഒരു VFL വെച്ചിട്ട് ഞങ്ങൾ ഒരു കേബിൾ ചെക്ക് ചെയ്യുന്നത് നോക്കി നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു VFL ഓൺ ആക്കാം. അപ്പോൾ ഇതിൽ ലേസർ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു എൻഡിലായിട്ട് നമ്മൾ ഈ ഒരു പാച്ച് കോഡ് കണക്ട് ചെയ്തു. പാച്ച് കോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു എൻഡിലോട്ട് ഈ ഒരു പവർ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇവിടെ എവിടെയെങ്കിലൊക്കെ ബെൻഡായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ബെൻഡാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ ലോസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കേബിളിന് മാത്രമാണ് ഇതുപോലെ ലോസ് കാണാൻ കഴിയുന്നത്. ആ ഒരു ബ്ലാക്ക് കേബിൾ ഇതുപോലെ ലോസ് കാണാൻ കഴിയില്ല. പക്ഷേ ആ ഒരു കേബിളിൽ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇതുപോലുള്ള ബ്ലാക്ക് കേബിളുകളിൽ ബെൻഡാക്കി കഴിഞ്ഞാലും ഇവിടെ ലോസ് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കേബിളുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഒരു 200 മീറ്ററുള്ള ഫുൾ കേബിൾ ഡ്രം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 അറ്റത്തും കണക്ടർ അടിച്ചതിന് ശേഷം അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. കണക്ടർ അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 2 അറ്റത്തും കണക്ടർ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ പവർ മീറ്റർ എടുക്കുക. അതിൽ നമ്മൾ ഇതിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്യുക, മറ്റേ എൻഡ് ഇതുപോലെ VFLലും കണക്ട് ചെയ്യുക, VFLലും കണക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പവർ കാണിക്കും, നല്ല കേബിൾ ആണെന്നുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം ഇതുപോലെ നമുക്കിത് പൊട്ടിച്ച് കാണിച്ചാലും ഈ ഒരു ഫൈബറിനെ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ബെൻഡാക്കിയതിന് ശേഷം സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ഇത് പൊട്ടുന്ന സൗണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പൊട്ടുന്ന സൗണ്ട് കേട്ടു. അതോടുകൂടി ഇതിൽ ലോ ആയി പവർ പോലെ നല്ല രീതിയിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ ലോസ് ആയിട്ട് പോവുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പവർ തരുന്നില്ല. ചെറിയ രീതിയിൽ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 എൻഡിലും കണക്ടർ ഉണ്ട്. നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ ലോ ആണ്. അപ്പോൾ ഈ ഒരു കേബിൾ നല്ലതല്ല എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് കേബിളിൽ ടെസ്റ്റ് ചെയ്യുക. 2 അറ്റത്തും കണക്ടർ കണക്ട് ചെയ്യും. പവർ വരുന്നുണ്ടെങ്കിൽ ആ ഒരു കേബിൾ ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു കേബിൾ ഫാൾട്ടിയാണ്. ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഫൈബർ പൊട്ടിയിട്ടുണ്ടാവും എന്നാണ് അർത്ഥം. ഫൈബർ ഇതുപോലെ എക്സ്റ്റേണൽ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഉള്ളിൽ ഡാമേജ് ഉണ്ടെങ്കിൽ പവർ കിട്ടില്ല. ഇതുപോലെ ഒരു കേബിളിൽ എങ്ങനെയാണ് കണക്ടറൈസേഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതിന് നമ്മൾ ഈ ഒരു കണക്ടറിൻ്റെ
ഈ ഒരു പാക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിന് ഈ ഒരു കാണുന്ന ബൂട്ടിന് നമ്മളിതാ ഈ ഒരു കേബിളിലോട്ട് ആദ്യം തന്നെ കയറ്റി വെച്ച് കൊടുക്കുക. ഇനി നമ്മളിതാ ഈ ഒരു സ്ട്രിപ്പർ ഉപയോഗിച്ചിട്ട് ഇതിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതാ ഈ ഇതിൻ്റെ പുറത്ത് കാണുന്ന ആ ഒരു ബ്ലൂ കളറിനെ നമ്മൾ സ്ട്രിപ്പ് ചെയ്ത് ഒഴിവാക്കണം. ഇതുപോലെ സ്ട്രിപ്പ് ചെയ്ത് ഒഴിവാക്കി ഈ ഒരു കാണുന്നതാണ് ഗ്ലാസ് കോർ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ വെച്ചിട്ട് ഇതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. ഈ ഒരു ബ്ലൂ കളർ ഈ ഒരു ലെവൽ അതുപോലെ തന്നെ വെച്ച് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ആ ഒരു മാർക്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം ആ ഒരു ഔട്ടർ ജാക്കറ്റിനെ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്തു. അതുപോലെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വെച്ചിട്ട് നമുക്കിതിനെ ക്ലീൻ ചെയ്യണം. ഇതിനെ നമ്മളിതാ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കും. ഒരു ഫൈബറിനെ നമുക്ക് കറക്റ്റ് ഈ ഒരു ലെവലിൽ വെച്ച് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു ക്ലീവർ യൂസ് ചെയ്യുന്നത്. ക്ലീവറിൽ ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. ഇതിൽ ഈ ഒരു കാണുന്ന മെഷർമെൻറ്റിൽ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്യാം. ഇതും ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഇതിനകത്തോട്ട് തള്ളി കൊടുക്കുക. നമ്മളിതാ ഇതിനെ തുറന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ കട്ടായി ഉണ്ടാവും. ഈ ഒരു കട്ടായ ഭാഗം ഇതുപോലെ കട്ടായ ഭാഗം നമ്മളെടുത്ത് ഒഴിവാക്കുക. ഇനി നമ്മളിതാ ഇതിനെ നേരെ എടുത്തിട്ട് ഈ ഒരു കണക്ടറിൻ്റെ അകത്തോട്ട് ഇതുപോലെ കയറ്റി കൊടുക്കുക. ഇതുപോലെ ഇതിൽ ചെറിയൊരു ബെൻഡ് വരുന്ന രീതിയിൽ ഇതുപോലെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറകിലോട്ട് വലിച്ചിട്ട് ഇതുപോലെ ആ ബെൻഡൊന്ന് നിവർത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബൂട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യണം. ഇതിൻ്റെ ഈ ഒരു ബാക്കിലുള്ള ബൂട്ട് ഇതുപോലെ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ഭാഗം ഈ ഒരു ഗ്രീൻ കളർ അതിന് ഇതുപോലെ ഈ ഒരു പോയിൻറ്റിനെ താഴോട്ടാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഫൈബർ കേബിൾ കണക്ടറൈസേഷൻ ചെയ്യുന്നത്. കണക്ടറൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ ഒരു കണക്ടർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാച്ച് കോഡ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഫൈബറിന് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പാച്ച് കോഡിനെ കട്ട് ചെയ്തതിന് ശേഷം പാച്ച് കോഡിനെയും കട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഫൈബർ കേബിളിനെയും തമ്മിൽ നമ്മൾ സ്പ്ലൈസ് ചെയ്യുന്ന രീതിയാണ് പിന്നെ വരുന്ന രീതി. അപ്പോൾ നമ്മൾ വരും വീഡിയോസിൽ നമ്മൾ സ്പ്ലൈസിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇൻട്രസ്റ്റിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഗുഡ് ബൈ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും.